കേരള സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ. സിസ തോമസിനെ KTU വൈസ് ചാൻസലറായും സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയും നിയമിച്ചു. നിയമന തീരുമാനം ഇന്ന് സുപ്രീം കോടതി അറിയിക്കും. കഴിഞ്ഞ ദിവസമാണ് VC നിയമന വിജ്ഞാപനം ലോക്ഭവൻ പുറത്തിറക്കിയത്. ഒടുവിൽ കേരള സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ. ഡോക്ടർ സിസ തോമസിനെ VC ആയി നിയമിക്കില്ലെന്ന പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ഗവർണറുടെ തീരുമാനത്തിന് സംസ്ഥാന സർക്കാർ വഴങ്ങി. സാങ്കേതിക സർവകലാശാല VC ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC ആയി ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ലോക്ഭവൻ പുറത്തിറക്കി. കഴിഞ്ഞ 3 വർഷമായി സിസയുമായി പോരടിച്ച സംസ്ഥാന സർക്കാർ സിസയുടെ നിയമനത്തിൽ ഗവർണറുടെ നിലപാട് അംഗീകരിക്കുകയായിരുന്നു. 4 വർഷമാണ് VCമാരുടെ കാലാവധി. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിന് ഗവർണറെ ക്ഷണിക്കാൻ ലോക്ഭവനിലെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് VC നിയമനത്തിൽ ധാരണയിലെത്തിയത്. സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസ തോമസിനെ താൽക്കാലിക VC ആയി നിയമിച്ചതോടെയാണ് സിസ തോമസ് സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം 2 വർഷക്കാലം സിസയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തടഞ്ഞുവച്ചിരുന്നു. നിരവധി തവണ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ മുതൽ സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയ ശേഷമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ തന്നെ ലഭിച്ചതും. ജനം, തിരുവനന്തപുരം.